പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, ഇന്നേ ദിവസം നമ്മളോടൊത്ത് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ വരുന്നത് എറണാകുളം ജില്ലയിലുള്ള വാഴക്കാല ഇടവക്കാരൻ സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇടവപ്പള്ളിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കർത്താവ് എങ്ങനെയാണ് തന്നെ സ്പർശിച്ചതെന്നും തുടർന്ന് എങ്ങനെ കർത്തൃ ശുശ്രൂഷകനായി അദ്ദേഹം സഭയെ ശുശ്രൂഷിച്ചെന്നും ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലെ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഒരു സുവിശേഷ പ്രചാരകനാകാം ഒരു സാധാരണ മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും യേശുനാമത്തിൽ സ്വാഗതം. ഗുഡ്നസ് ടിവിന്ന് വരുന്നവരാ. പിന്നെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? അതിനൊക്കെ കാണാറുണ്ട്. മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമില് ഇന്ന് ജോസഫ് ആന്റണിയാണ് നമ്മുടെ പ്രേക്ഷകർ കേൾക്കുവാനും കാണുവാനും അനുഭവിക്കുവാനും പോകുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. താങ്ക് യു. ഒന്ന് പരിചയപ്പെടുത്താമോ? തങ്കച്ചായ, ഞാൻ ജനിച്ച് വളർന്നത് കുട്ടനാട്ടിലെ മാമ്പഴക്കരി എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ വീട്ടുപേര് കൈലാത്ത് എന്നാണ്. കൈലാത്ത് അന്തോനിച്ചിൻ്റെയും മറിയാമ്മയുടെയും 3 മക്കളിൽ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം രാമങ്കരിയിലായിരുന്നു. അവിടെ നിന്ന് എൻ്റെ അമ്മ വീട്ടിൽ ഞാൻ പോയി പ്രീ ഡിഗ്രി പഠിച്ചിട്ട് നേരെ ബോംബെക്ക് പോയി അല്പം പഠിത്തവും ജോലിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. അവിടെ നിന്ന് ഞാൻ നേരെ ബഹ്റിനിൽ പോയി. ബഹ്റിനിലെ ഒരു 4 വർഷക്കാലം ജോലി ചെയ്ത് സൗദി അറേബ്യയിലെത്തി. അവിടെ മുതലാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ 1995 മുതൽ എറണാകുളം പാലാരിവട്ടത്തും വാഴക്കാല ഇടവകയിലുമായിട്ട് താമസിക്കുന്നു. എൻ്റെ ഭാര്യ കാത്രിൻ ജോസഫ് മൂവാറ്റുപുഴക്കാരിയാണ്. മൂവാറ്റുപുഴ രണ്ടാറ്റിൻകര എന്ന സ്ഥലത്താണ്. പറയിടം എന്നാണ് അവരുടെ വീട്ടുപേര്. അവർ 4 പെൺമക്കളും 3 ആൺമക്കളുമാണ്. അതിൽ 2 പേര് കന്യാസ്ത്രീകളും ഒരാളെ വൈദികനുമാണ്. കോതമംഗലം രൂപതയിലെ ഡോക്ടർ റവറൻ ഫാദർ തോമസ് പറയിടം എൻ്റെ അളിയനാണ്. മറ്റുള്ളവർ കൃഷിക്കാരായിട്ടും സൗദി അറേബ്യയിലും ജോലി ചെയ്യുന്നു. ഒരു കന്യാസ്ത്രീ ആഫ്രിക്കയിലെ ദൈവത്തിൻ്റെ വേലയിലെ വ്യാപൃതയാണ്. മറ്റൊരു കന്യാസ്ത്രീ കാഞ്ഞിരപ്പള്ളിയിലെ അഡോറേഷൻ കോൺവെൻറ്റിലെ. അതാണ് അവരുടെ ഫാമിലി. എനിക്ക് 4 മക്കളാണുള്ളത്, 4 ആൺമക്കൾ. ആ 4 ആൺമക്കളും ദൈവകൃപയാലെ നല്ല രീതിയിൽ ജീവിക്കുന്നു. മൂത്ത മകന് ഓസ്ട്രേലിയയിലാണ്. അവരൊക്കെ ജനിച്ചത് സൗദി അറേബ്യയിലാണ്. അതിനുശേഷം പ്രിലിമിനറി ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ വന്ന് എറണാകുളത്ത് താമസമാക്കി 95 മുതൽ. അതിനുശേഷം അവനെ സൈനിക് സ്കൂളിൽ പഠിച്ചു, എൻജിനീയറിങ് എടുത്തു, ഓസ്ട്രേലിയയിൽ പോയി PG എടുത്തു, MBA എടുത്തു. അവിടെ നന്നായിട്ട് ജോലിയിൽ വ്യാപൃതനായി ജീവിക്കുന്നു. അവന് ദൈവം സഹായിച്ച ഒരു കുഞ്ഞിപ്പോൾ ജനുവരിയിൽ ജനിക്കുന്നതോടുകൂടി 2 മക്കളാവും. രണ്ടാമത്തെ മകനെ ഇതുപോലെ ഖരഗ്പൂർ IIT പഠിച്ച് അവിടുന്ന് പാസ് ഔട്ടായി. അവനെ ദുബായിലെ സ്ലംബർജർ എന്ന് പറയുന്ന റോയൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവനെ 2 പെൺമക്കൾ ഉണ്ട് ദൈവകൃപയാൽ. മൂന്നാമത്തെ മകനെ BTech ഇവിടെ നിന്ന് എടുത്ത് MTech ഓസ്ട്രേലിയയിൽ പോയി അവിടെ നിന്ന് അവിടെ ജോലി ചെയ്യുന്നു, ഭാര്യ ഓടൊപ്പം. 4ാമത്തെ മകനെ BTech പാസ്സായി. ചെറുപ്പം മുതലേ അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവണമെന്ന്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് ജീവിതത്തിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഇൻസിഡൻറ്റുകളാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ ദൈവം അവൻ്റെ പക്ഷത്തെങ്കിലെ പ്രതികൂലമാര് എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവന് പൈലറ്റാണ്. ഒപ്പം ക്യാപ്റ്റനായി ഇൻഡിഗോയിൽ ജോലി ചെയ്യുന്നു, ബാംഗ്ലൂർ ബേസായിട്ട്. അങ്ങനെ 4 ആൺമക്കളാണ്. അവർ 4 പേരും 4 സ്ഥലങ്ങളിലായിട്ട് ദൈവകൃപയാൽ ജീവിക്കുന്നു.
അപ്പോൾ നമ്മുടെ ഈ ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വന്ന വഴികളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും തങ്കച്ചായ, ഞാൻ എൻ്റെ 26-ാമത്തെ വയസ്സിൽ വീണ്ടും സൗദി അറേബ്യയിലെത്തി. അപ്പോൾ ശാരീരികമായ ഒരു ക്ഷീണം എനിക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചൊരു ലാബിൽ ചെന്നു, ഹോസ്പിറ്റലിൻ്റെ. അവിടെ ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യാനി ഇരിപ്പുണ്ടായിരുന്നു. അയാൾ എന്നോട് ഇങ്ങനെ വിശദമായിട്ട് ചോദിച്ചു, എന്തിനാ വന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ്. നീ ക്രിസ്ത്യാനിയാണോ? ഞാൻ പറഞ്ഞാണ്. പിന്നെയും ചോദിച്ചു, ക്രിസ്ത്യാനിയാണോ? ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരി അതുലക്കാരനാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചോദിച്ചപ്പം പുള്ളി എന്നോട് പറഞ്ഞു, യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വൺ ഹൂ ഫോളോസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കോൾഡ് എ ക്രിസ്ത്യൻ. അത്തരം ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്നെ സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു ബ്ലഡും ടെസ്റ്റ് ചെയ്യണ്ട, ഒരു ശാരീരിക പ്രശ്നവും ഇല്ല, നാളെ മുതൽ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നു. ഞാൻ അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല. ഞാൻ ആ പുള്ളിയുടെ കൂടെ എക്യൂമെനിക്കൽ പ്രയറിന് പോയി. അതെൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരുന്നു. ആ എക്യൂമെനിക്കൽ പ്രയറിൻ്റെ ലീഡർ ഇടയാറുമുളയുള്ള ഒരു പിലിപ്പച്ചായനായിരുന്നു. അദ്ദേഹത്തിന് വണ്ടിയില്ല. ദൈവാനുഗ്രഹത്താലെ 1982 വണ്ടിയുള്ള ഒരാൾ ഞാനായിരുന്നു. അവിടെ സൗദിയിലെ അപൂർവം ചിലർക്കുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഗാർഡ് പോലെ ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് നടക്കുന്നത് എൻ്റെ ഒരു ജോലിയായിരുന്നു. അദ്ദേഹം ആഴ്ചയിൽ 7 ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകും, ഞാനും കൂടെ പോകും. അപ്പോഴൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു, നിനക്ക് ബൈബിൾ അറിയില്ല, ബൈബിൾ അറിയില്ല, ബൈബിൾ അറിയില്ല. അങ്ങനെ ആ കുറ്റപ്പെടുത്തലെല്ലാം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു തപസ്യയായിട്ട് എടുത്തു. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അന്ന് അവിടെ ബൈബിൾ കിട്ടാനില്ല. ബൈബിൾ ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫോട്ടോ കോപ്പി എടുത്തു. ആ ഫോട്ടോ കോപ്പി ബൈബിള് ഉപയോഗിക്കാൻ തുടങ്ങി. 1 പ്രാവശ്യം വായിച്ച്, 2 പ്രാവശ്യം വായിച്ച്, 3 പ്രാവശ്യം വായിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോഴും പുള്ളി പറയും, നിനക്ക് ബൈബിൾ അറിയില്ല. പിന്നെ 4ആയി 5ആയി അങ്ങനെ വായന തുടങ്ങി. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എൻ്റെ ജീവിതത്തെ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റി. അതിനുശേഷം 1986 ഒരു കാത്തലിക് പ്രയറോടെ ആരംഭിച്ചു, കരസ്മാറ്റിക് പ്രയർ. ഞങ്ങൾ 3 പേര് കൂടി ഇന്നത് വലിയ വളർന്ന് പന്തലിച്ച് ലോകമെല്ലാം അറിയപ്പെടുന്ന KCCFK എന്ന ഒരു വലിയ വടവൃക്ഷമായി മാറിയിട്ടുണ്ട്. അതിലൂടെയായിരുന്നു പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ എന്നും എപ്പോഴും പ്രതിസന്ധികളാണ്. അപ്പോൾ പ്രതിസന്ധികളിൽക്കുള്ളിൽ വിജയകരമായി നടത്തിയ ഒരു ദൈവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് ഡിസ്ട്രക്ഷൻസ് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജോബിനെ പോലെ 7 കഷ്ടതകളിൽ ഞാൻ പോയി സാക്ഷ്യം പറഞ്ഞു. 7ലും ദൈവം എന്നെ വിടുവിച്ചു. അന്നൊക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, എൻ്റെ ആരംഭം പോലെ ആകരുത് എൻ്റെ അവസാനം ജീവിതത്തിൻ്റെ. ഇന്ന് അവസാന ഘട്ടത്തിലെ അതീവ സന്തോഷവാനാണ്. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്ന, വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ പരിപാലനം മാത്രമുണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് പ്രവേശിച്ചതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നം ജീവിതത്തിൻ്റെ കനാൻ ദേശമായി മാറ്റി ദൈവം. ഈ കനാൻ ദേശത്തുള്ള യാത്രയിലെ ധാരാളം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായല്ലോ. അതുപോലുള്ള ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം. ഒരുപാട് പറയാം. അതിനകത്ത് ഏറ്റവും എന്നെ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുള്ള ഒരു കാര്യം പറയാം. 2004 ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി. എൻ്റെ കുടുംബം ഇവിടെ ആയതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ബൈബിൾ വായിക്കുന്നതും എല്ലാം എൻ്റെ ഓഫീസിലിരുന്ന. അപ്പം ശനിയാഴ്ചയാണ് അവിടെ ഡേ 1. അപ്പോൾ ശനിയാഴ്ച രാവിലെ ISOയുടെ ഓഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണം. അല്ലെങ്കിൽ തന്നെ ഞാൻ 7 മണിയാകുമ്പോൾ ഓഫീസിൽ ചെല്ലും. 8 മണിയാകുമ്പം ഓഫീസ് ടൈം തുടങ്ങും. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം തലേ ദിവസം മേടിച്ച് ഓഫീസിൽ വെച്ചേക്കും. അപ്രതീക്ഷിതമായിട്ട് വെള്ളിയാഴ്ച എൻ്റെ അളിയൻ വന്നു. അവന് വെളുപ്പിനെ കഥ തുറന്നു കൊടുക്കേണ്ടത് കൊണ്ട് 5 മണിയായപ്പോഴേ അവൻ പോകാൻ നേരത്ത് ഞാൻ കഥ തുറന്നു കൊടുത്തു. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്നാൽ നേരെ ഓഫീസിൽ പോയേക്കാമെന്ന് വെച്ച് കുളിച്ച് റെഡിയായി ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഞാൻ ആലോചിച്ചു, നല്ല അന്തരീക്ഷം, വെളുപ്പിനെയല്ലേ, എന്നാൽ അല്പസമയം പുറത്തിരുന്ന് ബൈബിൾ വായിക്കാം. അങ്ങനെ ഞാൻ ഉത്തമഗീതം ആണ് അന്ന് വായിച്ചുകൊണ്ടിരുന്ന ഭാഗം. അത് വായിച്ചു. അന്ന് അത് തീരട്ടെന്ന് വിചാരിച്ചു. അത് തീരുന്നിടം വരെ ഞാൻ അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ മൂത്ത മകന് എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, എന്നാൽ അവന് വേണ്ടി ഒരു ജവമാല ചൊല്ലിയിട്ട് പോവാം. 8 മണി വരെ എനിക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ 7 മണിക്ക് ചെന്നാൽ മതിയല്ലോ എന്ന് വെച്ച് ഞാൻ ഒരു ജവമാല ചൊല്ലി ഞാൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങുക ഓഫീസിലേക്ക് പോകാൻ. അപ്പോൾ എനിക്കൊരു കോള് വന്നു ലാൻഡ് ഫോണിൽ. അത് നമ്മളെപ്പോലെ ആത്മീയ ശുശ്രൂഷ
ഉള്ള 100 കിലോമീറ്റർ അകലെ. അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും ബൈബിൾ ക്ലാസ്സിന് പോകുമായിരുന്നു. ബൈബിൾ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്തു. അവിടുത്തെ ലീഡർ ഒരു സെബാസ്റ്റ്യൻ കട്ടപ്പുറം എന്നെ ഫോണിൽ വിളിച്ചതാണ്. പരിഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവരുടെ ഒരു ഫംഗ്ഷന് ചെല്ലാൻ ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ പരിഭവം പറഞ്ഞതനുസരിച്ച് ടെലിഫോൺ അങ്ങ് നീണ്ടുപോയി. 8 ആകാൻ 5 മിനിറ്റ് ഉള്ളപ്പം എന്നാൽ ഓഫീസിൽ പോയിക്കുമെന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ജനസാന്ദ്രമാണ് ഓഫീസ്, പോലീസുകാരെ കൊണ്ട്. അവിടെ 7:45 ടെററിസ്റ്റ് ആക്രമണമുണ്ടായി. ആ ബിൽഡിങ്ങിൽ താഴത്തെ ഓഫീസിലെ 3 പേരെ കൊന്നു, ഞങ്ങളുടെ ഓഫീസിലെ ഒരാളെ കൊന്നു. തലച്ചോറ് ചെതറിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവരും കരുതി അത് ഞാനാണെന്ന്. കാരണം ഞാൻ മാത്രമേ ഓഫീസിൽ നേരത്തെ ചെല്ലാറുള്ളൂ. അപ്പോൾ ദൈവം, ഞാൻ 5:30 മുതൽ ഓഫീസിൽ പോകാൻ ശ്രമിച്ച എന്നെ ദൈവം 7:55 വരെ സ്റ്റോപ്പ് ചെയ്തു. അത് ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അതെൻ്റെ ജീവിതത്തിലെ ഒരനുഭവം. ഇതുപോലെ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. രണ്ടാമതൊരു അനുഭവം കൂടെ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാം. എൻ്റെ 4 കുഞ്ഞുങ്ങളും ഞാനും കുടുംബമായി അവിടെ ജീവിക്കുമ്പോഴേ അത്യാവശ്യം ദൈവവചനം അറിയാവുന്നത് കൊണ്ട് ഈ മുസ്ലിംസ് എന്നോട് സംവാദത്തിന് എപ്പോഴും ക്ഷണിക്കുമായിരുന്നു. സഹി കെട്ടി ഞാൻ ഒരു പ്രാവശ്യം പോയി എഴുതി ഒപ്പിട്ടു, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നൊക്കെ. ആ കരാറിലെ സംവാദം ആരംഭിച്ചു. എനിക്ക് അത്യാവശ്യം ഹിന്ദുമതത്തെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ച് ഒരാവശ്യം വന്നാൽ ഉപയോഗിക്കാനുള്ള അറിവുകൾ എനിക്കുണ്ടായിരുന്നു. എന്ത് പറയണ്ടു, സംവാദം മൂത്തു. ആ പറഞ്ഞ ആ കണ്ടീഷൻസ് എല്ലാം മറന്ന് അവസാനം എന്നെ ടെർമിനേഷൻ ചെയ്തു കമ്പനി. കാരണം അവർ നിർബന്ധിച്ചു ഇവനെ പറഞ്ഞു വിടണമെന്ന്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ഇനി തിരിച്ചു പോരുക. അപ്പോൾ അതിന് പോരുന്നതിന് മുമ്പ് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് എസ്തേറിൻ്റെ പുസ്തകം വലിയ ഇഷ്ടമാണ്. ഒരു രാത്രി മുഴുവൻ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, നാളെ ഞാൻ ചെല്ലുമ്പോൾ അറബിയുടെ തീരുമാനം മാറണമേ. ആ രാത്രിയിൽ രാജാവിന് ദൈവം ഉറക്കം കൊടുത്തില്ല എന്നൊരു തിരുവചനം എന്നെ സ്വാധീനിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ല. ഞാനിവരുമായിട്ട് ഇവിടെ വന്നു. പിന്നെ ജീവിതത്തിലെ തകർച്ചകളുടെ പുറത്ത് തകർച്ച. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ 6 മാസം കൊണ്ട് 1978 ഗൾഫിൽ പോയ സ്ഥിതിയിലേക്ക് ഞാൻ പിന്നെയും മാറി. എനിക്ക് സാമ്പത്തികമായി എല്ലാം തകർന്ന് ജീവിതത്തിൽ ആകെ 8 ബിസിനസ് ചെയ്തിട്ടുണ്ട്. 8ഉം പൊട്ടി. അക്കാലത്ത് ഏതാണ്ട് 5 ബിസിനസ്സോളം ചെയ്ത് 5ഉം പൊട്ടി. ഒരു പൈസ പോലും ഇല്ലാതെ വാടക വീട്ടിൽ ഞാൻ താമസിക്കുന്നു കുഞ്ഞുങ്ങളുമായിട്ട്. വീണ്ടും ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ബോംബെ എയർപോർട്ടിൽ പോയി. എൻ്റെ സകല സാധനങ്ങളും നഷ്ടപ്പെട്ടു. ബോംബെ എയർപോർട്ടിൽ പാസ്പോർട്ട്, ടിക്കറ്റ്, ഇന്ത്യൻ രൂപ, സൗദി ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ്. അവിടെ നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ അന്ത്യം ഇങ്ങനെ? അങ്ങനെ ഞാൻ നേരെ അവരുടെ അഡ്വൈസ് അനുസരിച്ച് അന്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട്. ഇതിനിടയ്ക്കൊക്കെ ഒത്തിരി സംഭവമുണ്ട്. കാരണം പൈസ ഉള്ളതുകൊണ്ട് ഒന്നും കിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ആ പോകുന്ന പോക്കിൽ ഞാൻ മാഹിംപള്ളി മാതാവിൻ്റെ, അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോയത്. മാതാവിൻ്റെ അടുക്കൽ പോയി എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ എന്നെ കൊണ്ടുപോയി. അതൊക്കെ ചരിത്രങ്ങളാണ്. എൻ്റെ മരണം വരെ ഞാനൊരു ജവമാല ചൊല്ലിക്കോളാം, എൻ്റെ പാസ്പോർട്ട് എനിക്ക് തിരിച്ചു കിട്ടണേ മാതാവേ, പിറ്റേ ദിവസം ടിക്കറ്റ്. അങ്ങനെ ഞാൻ അന്തേരി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കിലോമീറ്റർ നടന്ന ഒരു പോലീസുകാരൻ എൻ്റെ സകല സാധനങ്ങളും ആ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ചിട്ട് തിരിച്ചു നടന്നു. തുറന്നു നോക്കുമ്പോൾ എൻ്റെ പൈസയുണ്ട്, സർവ്വ സാധനങ്ങളുമുണ്ട്. ആ ജപമാല മരണം വരെ എന്നുള്ളത് ഇന്ന് വരെ ഞാൻ നിവർത്തിച്ചു. 100 ജപമാല ഞാൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു വെന്റിലേറ്ററിലോ വല്ല ICUലോ കിടന്നാൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്ത് 100 റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കിട്ടി. ഞാൻ വീണ്ടും ഗൾഫിൽ പോയി. എന്നെ പറ്റിച്ചവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു. അതും വലിയ ഇൻസിഡൻറ്റുകളാണ്. ഞാൻ വണ്ടിയെടുത്ത് പോകുമ്പോൾ, വണ്ടി റെൻറ്റിനെടുത്ത് ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു സ്വരം, നീ പോയിട്ട് ഒരു കാര്യവുമില്ല, ആദ്യമേ നിന്നെ പറ്റിച്ചവരോട് നീ ക്ഷമിക്കണം. എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ ഒരുപാട് പൈസ എന്നെ പറ്റിച്ചു ആളുകൾ. കാരണം എനിക്ക് ഹെൽപ്പിംഗ് സിൻഡ്രോസിസ് എന്നുള്ള രോഗം ഉണ്ടോനാണെന്ന് പിന്നീട് ഒരു ജർമ്മൻകാരൻ പറഞ്ഞു തന്നത് എനിക്ക്. അതുകൊണ്ട് എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടവും കളിപ്പീരുമേ ഉള്ളൂ. അതിന് പരിഹാരം ഉണ്ടായത് ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഇതിനകം 40ാമത്തെ വയസ്സിൽ ഞാൻ 40 ജപമാല ചൊല്ലി. ആ ഒറ്റ ദിവസം വെളുപ്പിനെ 3:30 മുതൽ. എൻ്റെ മാതാവേ, ലോകരെന്നെ ഭോഷനെന്നാണല്ലോ വിളിക്കുന്നത്, മണ്ടത്തരമേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസ നഷ്ടപ്പെടുക. അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി 40 കൊന്ത ഞാൻ ചൊല്ലി ആ ഒറ്റ ദിവസം.
അതിനുശേഷം ഒരുപാട് മാറ്റമുണ്ട്. നാമമാത്രമായ കളിപ്പീരുകളെ പറ്റിയിട്ടുള്ളൂ. അത് മനുഷ്യ ജീവിതത്തിൽ വേണം ഇടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനൊരു ചേഞ്ച് എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ജോലി അന്വേഷിച്ച് പോയി. ഈ റൂമിൽ തിരിച്ചു വന്ന് എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു. ദൈവമേ, ന്യായവിധിയിൽ അവരെ എൻ്റെ പേരിൽ നീ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിപ്പോയി. എനിക്കൊരു അമേരിക്കൻ കമ്പനി ജോലി കിട്ടുക, അത്ഭുതകരമായിട്ട്. അതെൻ്റെ ജീവിതത്തിലെ വെച്ചടി കയറ്റമായി. പിന്നെ ഇന്ന് കാണുന്ന സർവ്വതും, ഈ 4 മക്കളെ പഠിപ്പിച്ചതും മറ്റു കാര്യങ്ങളെല്ലാം ആ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ദൈവം എനിക്ക് നൽകി. അപ്പം ഞാൻ ഒന്ന് മനസ്സിലാക്കി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഡിസ്ട്രക്ഷൻസ് ഒക്കെയും ദൈവത്തിന് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. ദൈവം നമ്മളെ കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള പലതും ഇടിച്ചു പൊളിച്ച് കളയണം. അങ്ങനെ ദൈവം കൺസ്ട്രക്റ്റ് ചെയ്തു. അതുകൊണ്ട് ആരുടെ ജീവിതത്തിലെ ഡിസ്ട്രക്ഷൻസ് ഉണ്ടോ, ദൈവത്തിന് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ എന്നെ ബൈബിളാണ് ഈ കാലം അത്രയും, ഈ 68 വയസ്സ് വരെ നടത്തിപ്പോകുന്നത്. 26 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള ദീർഘകാല ചരിത്രം. ദുബായ് വെച്ചാണല്ലോ പരിചയപ്പെട്ടത്. അതെ. സൗദിയിലെ ഓട്ടത്തെക്കുറിച്ച് പല മനുഷ്യരും പറഞ്ഞ് ഞാൻ കേൾക്കാനിടയായി. ജോസഫ് ആൻ്റണി അവിടെ ചെന്നതാണ്. അവിടെ ഇങ്ങനെ ഒരു കർത്താവിന് ഫയർ അയക്കാൻ സാധിച്ചെന്ന് കേട്ടു. അതൊന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? തങ്കച്ചായ, ഞാൻ ഒരു ആമുഖമായിട്ട് ഒരു വാക്ക് പറയാം. ദൈവം ആർക്കും കടക്കാരനാകുകയില്ല. ഇത് ജീവിതം കൊണ്ട് പഠിച്ച മനുഷ്യനാണ് ഞാൻ. ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ, ദൈവത്തിൻ്റെ ഹൃദയം അറിയുവാൻ, ദൈവത്തിൻ്റെ വഴികൾ അറിയുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയാൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മൾ ദൈവവചനം വായിക്കണം. അതുമാത്രമേ ശാശ്വതമായി ഈ ലോകത്ത് നിലനിൽക്കുന്ന ഒരു സത്യമുള്ളൂ. മനുഷ്യജീവിതത്തിൻ്റെ കാറ്റലോഗാണ് ബൈബിള്. എൻ്റെ 42 വർഷത്തെ ആത്മീയ ജീവിതം കൊണ്ട് 42 പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്തു. എന്നിട്ടും അതിനോടുള്ള ആവേശം എനിക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും എൻ്റെ അന്തരംഗം ജ്വലിക്കുകയാണ് ദൈവവചനത്തിൻ്റെ മുൻപിൽ. കാരണം ദാവീദാണ് എൻ്റെ റോൾ മോഡൽ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തകർച്ചകളും, എല്ലാ പാപ സാഹചര്യങ്ങളും, അതിനുണ്ടാകുന്ന കോൺസിക്വൻസും എൻഡും വളരെ നല്ലതായിരുന്നു ദാവീദിൻ്റെ. അവസാനം സോളമനോട് പറയും, നീയോ എൻ്റെ മകനെ സോളമനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ. അങ്ങനെ അപ്പനൊരു ദൈവം ഉണ്ടെന്ന് എൻ്റെ മക്കൾക്ക് എനിക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ. രണ്ടാമത് ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഇപ്പോഴോ ഞാൻ വൃദ്ധനായി, നീതിമാൻ്റെ സന്തതികൾ അപ്പത്തിന് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അനധികൃതമായ ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. പക്ഷെ ദൈവവചനം എൻ്റെ ജീവിതത്തിന്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. ദൈവവചനം അതാണ് എൻ്റെ ശക്തി. ജീവിതത്തിലെ തകർച്ചകളുണ്ടായി. ഒരു രാത്രി മുഴുവൻ ഞാനിരുന്ന് കരഞ്ഞിട്ട് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ, ഇസ്രായേൽ കന്യകയെ, നിന്നെ ഞാൻ പടുത്തുയർത്തും, നീ തപ്പുകൾ കൊട്ടും, കിന്നരം മീട്ടും, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. ഇതാണ് എനിക്ക് കിട്ടുന്നത്. തങ്കച്ചായ, അക്ഷരാർത്ഥത്തിൽ മുന്തിരിത്തോട്ടം എനിക്ക് നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലം കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. ദൈവവചനം പോഷ്ക്ക് സംസാരിക്കത്തില്ല. ഞാൻ 100 കിലോമീറ്റർ അകലെ എല്ലാ ബുധനാഴ്ചകളിലും വണ്ടിയുമായി പോയി ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. പഴയ നിയമം, ദൈവം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, എന്തിനു പഴയ നിയമം ഇത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം
അത് പലരുടെയും ജീവിതത്തിൻ്റെ മിസ്റ്റേക്കുകളാണ്. ഇൻ്റലിജൻറ്റ് പീപ്പിൾ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്ക്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ഇസഹാക്കിനുണ്ടായിട്ടുണ്ട്, യാക്കോബിനുണ്ടായിട്ടുണ്ട്, ദാവീദിനുണ്ടായിട്ടുണ്ട്, സോളമനുണ്ടായിട്ടുണ്ട്. ബൈബിളിൽ ഒരുപക്ഷെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ജീവിച്ചത് ദാനിയേൽ പ്രവാചകനോ ഇവൻ പൗലോസിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർവ്വ ജോസഫോ കാണുകയുള്ളൂ. പക്ഷേ ഈ മിസ്റ്റേക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണം, അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. അത് തീർച്ചയായിട്ടും ദാവീദ് ഒരു തെറ്റ് ചെയ്തപ്പോൾ ദൈവം 3 ശിക്ഷയാണ് കൊടുത്തത്. നീ രഹസ്യത്തിൽ ചെയ്ത് നിൻ്റെ മക്കൾ പരപ്പുറത്ത് ചെയ്യും, നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒരിക്കലും ഒഴിയത്തില്ല, നിൻ്റെ ഈ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യും. കണ്ടോ ദൈവം കൊടുത്ത ശിക്ഷ. കാരണം അവൻ കൊലപാതകം ചെയ്തു, ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ചു, അതിലൂടെ തിന്മ പ്രവർത്തിച്ചു, പക്ഷെ ദൈവം ശിക്ഷിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അതിനുവേണ്ടി ഇന്നും ഞാൻ എൻ്റെ പ്രയത്നവും എൻ്റെ ജീവിതവും അതിനു വേണ്ടിയിട്ടാണ്. ആര് ഞങ്ങളുടെ ഇടവകയിലെ കുട്ടികൾ ബൈബിൾ വായിച്ചു തീർത്താലും ഞാൻ അവർക്കൊരു ബൈബിളും ഒരു പാരിതോഷികവും കൊടുക്കും. അതുപോലെ കേരളത്തിന് പുറത്തും ഓൺലൈനിൽ കൂടെ ഞാൻ 3 ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഓരോ പുസ്തകങ്ങളും ഓരോ അധ്യായങ്ങളായിട്ട് പഴയ നിയമമാണ് എടുത്തിട്ട് ബൈബിൾ വായിച്ച് തീർക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമായിരുന്നു. പലരും സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പല ഗ്രൂപ്പിലും സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. POC 100 കണക്കിന് ബൈബിൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 10-50 ബൈബിൾ സ്റ്റോക്കുണ്ട്. കാരണം ഇതാണ് എൻ്റെ തപസ്യ, ഇതാണ് എൻ്റെ ജീവിതചര്യ. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാതെ നിലനിൽക്കും. അതിനായി എൻ്റെ ജീവിതം ശിഷ്ടമുള്ള ആയുഷ്കാലവും ഞാൻ അതിനായിട്ട് ചിലവഴിക്കും. ഇതോടൊപ്പം തന്നെ ഇത്രമാത്രം ബൈബിളിന് നമുക്ക് സ്നേഹമുണ്ട്, നമ്മൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവം മറ്റു മനുഷ്യരിലേക്ക് പകർന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ കയ്യിൽ. ഉണ്ട്. അവിടെ തുടങ്ങിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അതുപോലെ മറ്റു മനുഷ്യരുടെ ശുശ്രൂഷ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയത്, അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അച്ഛയ, ഞാൻ ബൈബിളിനെ കുറിച്ച് പ്രസംഗിക്കുകയും ബൈബിളിൽ നിന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴേ ദൈവാനുഗ്രഹങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജനത്തോട് പറയും. പലരും തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, ബ്രദറെ ഞങ്ങൾ നിയോഗം വെച്ച് ബൈബിൾ വായിച്ചു, ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ദൈവം അത്ഭുതകരമായ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇതോടൊപ്പം തന്നെ ഈ കത്തോലിക്ക ആധ്യാത്മികതയുടെ ഒരു പ്രത്യേകതയാണല്ലോ, വചനത്തിൽ വീണ്ടും ജനിച്ചു കഴിയുന്നവൻ ക്രിസ്തുവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയിലേക്ക് വരുമല്ലോ. സഭാത്മകമായ ദർശനം അത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ടോ കമ്മ്യൂണിറ്റികളായിട്ടൊക്കെ വരുമല്ലോ. അതും ആ മാതിരി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്കച്ചായ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഞാൻ ഒരു പരിധിവരെ മാനുഷികമായിട്ട് അവഗണിച്ചിട്ട് എന്ന് പറയാം. കാരണം വണ്ടിയുള്ള ഒരു വ്യക്തി സൗദി അറേബ്യയിൽ ഞാനായിരുന്നല്ലോ. അതുകൊണ്ട് രാവും പകലും ഇതിനു വേണ്ടി ഞാൻ ഓടി നടക്കും. ഓരോ ക്യാമ്പുകളിലും ഒരു ക്രിസ്ത്യാനി ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെ ചെല്ലും. അവനൊരു കത്തോലിക്കനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവനെ പ്രാർത്ഥനയെ കൊണ്ടുവരും. അഥവാ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരനാണെങ്കിലും താല്പര്യപൂർവ്വം അവൻ നമ്മുടെ പ്രാർത്ഥനയെ വരും. അപ്പം ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് എന്തുമാത്രം തിക്ത അനുഭവങ്ങൾ, എത്രയോ പ്രാവശ്യം ജോലി പോയി, എത്രയോ പ്രാവശ്യം നമ്മളെ പല രീതിയിലും അപായപ്പെടുത്താൻ, ഒറ്റിക്കൊടുക്കുവാൻ ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് ഒരു ഹെൽപ്പിംഗ് സിൻഡ്രോസിസം. ഞങ്ങളുടെ കമ്പനിയിലെ ഒരു പയ്യനെ, അവൻ ഒരു ഹെൽപ്പറായിരുന്നു. അവൻ ഞങ്ങൾ ആരും അറിയാതെ വലിയൊരു പിക്കപ്പ് എടുത്തുകൊണ്ട് പോയി അക്കാലത്തൊരു ലെക്സസ് വണ്ടിയെ ഇടിച്ചു. അവനെ പിറ്റേ ദിവസം കയറ്റി വിടും. അതാണ് അവിടുത്തെ നിയമം. ലൈസൻസ് ഒന്നും ഇല്ലാത്തവന്. അവൻ എന്നെ വിളിച്ചു വിറച്ചുകൊണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ആൾത്തിരക്ക. ആർക്കും അറിയത്തില്ല ആരാ ഇടിച്ചെന്ന്. ആ കുറ്റം ഞാൻ ഏറ്റെടുത്തു. എന്നെ ജയിലിലോട്ടിട്ടു. ഇനിയും ഞങ്ങളുടെ PRO വന്നിട്ട് വേണം എന്നെ ഇറക്കാൻ. ഇവൻ സ്വതന്ത്രനായി. അങ്ങനെ ഇവനെ ഞാൻ രക്ഷപ്പെടുത്തി. ഒരു പാകിസ്ഥാനി ഇവൻ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവനാണ് എനിക്കെതിരെ ഉറ്റിക്കൊടുത്ത്. അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നമുക്ക് അവനെ പിടിപ്പിക്കാം. ഞാൻ അവനോട് പോയി ചോദിച്ചാൽ, നീ ഇങ്ങനെ ചെയ്തല്ലോടാ, വേറെ ആര് ചെയ്താലും എനിക്ക് വിഷമമില്ല. ദാവീദ് രാജാവ് പറയുന്നില്ലേ, ആരാണ് എൻ്റെ ശത്രുക്കളെ? എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചവനും എൻ്റെ ഒപ്പം കിടന്നുറങ്ങിയവനും. എൻ്റെ കൂടെ 35 വർഷം ദാവീദിൻ്റെ പാത്രത്തിൽ നിന്ന് കഴിച്ച അഹിതോപ്പലാണ് ദാവീദിനെ ഒറ്റിക്കൊടുത്ത്. പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നവനാണ് ഒറ്റിക്കൊടുത്ത്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ
ദൈവം ഇതിനൊക്കെ അപ്പുറമാണ്. ദൈവം നിന്റെ തലയിലെ ഓരോ തലമുടിയും നമ്പേടെന്നാണ് പറയുന്നത്. ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ ദുബായിലും സംഭവിച്ചത്. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വൈദികൻ ബെന്നി എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു ബെന്നി അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, അടുത്ത 2 വർഷം കഴിയുമ്പോൾ നീ ദുബായിലെ കരസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുമെന്ന്. എൻ്റെ കൈയും കാലും വിറച്ചു. ഒരു മനുഷ്യരെന്നെ അറിയത്തില്ല. സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ ചെന്നതാണ്. പക്ഷെ ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കും. ദുബായിലെ ലീഡർഷിപ്പ് വന്നിട്ടുണ്ട് 2 വർഷം കഴിഞ്ഞ്, കറക്റ്റ് 2 വർഷം കഴിഞ്ഞപ്പോൾ കോർഡിനേറ്ററായി ഞാൻ. ഗോസ്ബൽ മിനിസ്ട്രിയുടെ UAE കോർഡിനേറ്ററായിരുന്നു. അവിടുത്തെ 2 വർഷത്തിന് ശേഷം പോരുന്ന അന്ന് വരെ എല്ലാ തലപ്പത്ത് തന്നെ 2011 വരെ ഞാൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം പോഷ്ക്ക് സംസാരിക്കത്തില്ല, ദൈവമക്കളിലൂടെയും പോഷ്ക്ക് സംസാരിക്കുകയില്ല. അതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് തന്നെ ചായ. അപ്പോൾ ഇതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഭർത്താവ് എന്നതിനെ നമ്മൾ ഇത്രമാത്രം അധ്വാനിച്ചു ഇല്ലേ? അതെ. അത് ജീവിത പങ്കാളി എങ്ങനെ സഹായകമായെന്ന് പുള്ളിയെ കൂടെ നിങ്ങൾക്ക് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാലും കൊള്ളാമായിരുന്നു. തീർച്ചയായിട്ടും. അച്ഛാ, ഇത് കാതറിൻ ജോസഫ്, എൻ്റെ സഹധർമ്മിണി. ദൈവവചനവുമായി എക്സ്റ്റേണലായിട്ട് വീടിന് പുറത്ത് പ്രവർത്തിച്ച മനുഷ്യനാണ് ഞാൻ. എന്നാൽ വീടിനുള്ളിൽ മാതാവിനെ പോലെയല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ച് 4 നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവർക്ക് ദൈവത്തിൻ്റെ കൃപയാലെ എൻ്റെ നേച്ചറോ ക്യാരക്ടറോ അല്ല, എൻ്റെ IQ അല്ല, നല്ല ഇൻ്റലിജൻ്റായിട്ടുള്ള അവരുടെ അമ്മയിൽ നിന്ന് അവർക്ക് IQ ലഭിച്ചു. അവർ ഈ നല്ല നിലയിലെത്താനുള്ള അവരുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിലെ 99% കാതറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അതെ, ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് സൗദി അറേബ്യയിലാണ്. കുഞ്ഞുങ്ങൾ 4 പേരും ഉണ്ടായത് അവിടെ തന്നെയാണ്. മൂത്തയാളുടെ പേര് ജെറിൻ, കുടുംബമായിട്ട് ഓസ്ട്രേലിയയിൽ കഴിയുന്നു. രണ്ടാമത്തെ ആളുടെ പേര് ജസ്റ്റിൻ, അവനും കുടുംബമായിട്ട് ദുബായിൽ കഴിയുന്നു. മൂന്നാമത്തെ ആൾ ജോളിൻ ജോൺ, അവനും ഓസ്ട്രേലിയയിലാണ്. 4-മത്തെ ആൾ ഇളയാൾ, അവൻ ബാംഗ്ലൂർ, ടെറിൻ എന്ന് പേര്, അവൻ ബാംഗ്ലൂരുണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധാരണ രീതിയിൽ ജോലി ചെയ്യുന്ന പേരൻസിന് പ്രയാസമുണ്ട്. എന്നാലും ദൈവം കൂടെ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾക്കും അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഉണ്ടായിട്ടുണ്ടെങ്കിലും, ചെറുപ്പത്തിലെ കൊച്ചു കൊച്ചു അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ദൈവം വഴി തുറന്നു തന്നു. അല്ലെങ്കിൽ കൂട്ടുകാരും അങ്ങനെയുള്ളവരും ഒക്കെ ആയിട്ട് സഹായിച്ചും ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ അവിടുന്ന് തരണം ചെയ്തു പോന്നു. പിന്നെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ മുടക്കം കൂടാതെ ചെല്ലുമായിരുന്നു, അന്നും ഇന്നും. എപ്പോഴും പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അപ്പോഴേ അവർ വിളിച്ചു പറയും, മമ്മി ഇന്ന ആവശ്യമുണ്ട്, മമ്മി പ്രാർത്ഥിക്കണം കേട്ടോ. 2 പേരോടും പറയും. എന്നാലും അടുക്കളയിലും വീട്ടിൽ നേരം ഞാനുണ്ടായിരിക്കുന്നത് കൊണ്ട് ഇനി ആവശ്യമുണ്ട്. ഇപ്പോഴാണെങ്കിലും മൂത്തവന് 37 വയസ്സായി. എന്നാലും അവന് ഓരോ കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു പറയും, ഇന്ന ആവശ്യമുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ, മമ്മി ഡാഡിയുടെ അടുത്തും പറയണം, പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുന്നു. അന്നും ഇന്നും പ്രാർത്ഥനയിൽ ആശ്രയം വെച്ചുകൊണ്ട് മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എപ്പോഴും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുടുംബത്തിലും അപ്പച്ചനും അമ്മയൊക്കെ പ്രാർത്ഥന, അപ്പച്ചൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. വളരെ ദൂരെയാണ് പള്ളി, എന്നാലും അപ്പച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പോൾ 2-3 മാസം മുമ്പാണ് 3 വർഷം മുമ്പാണ് അപ്പച്ചൻ മരിച്ചു പോയത്. ഞങ്ങൾ 7 സഹോദരങ്ങളാണ്. മൂത്തയാളാണ് ഞാൻ. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ 2 പേരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ മറ്റു മനുഷ്യർക്ക് വളരെയധികം പ്രചോദനമാകാനുള്ള സാധ്യതയുണ്ട്. ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് പ്രത്യേകിച്ച് വചനത്തെക്കുറിച്ച് ഇത്രമാത്രം വചനം വായിച്ചിട്ടുള്ള മനുഷ്യർ വളരെ കുറവാണ്. അതുമാത്രമല്ല, വായിച്ച വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള തീക്ഷ്ണത വളരെയധികം മനുഷ്യരെ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം സൗദിയിൽ നിന്നും ദുബായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നേതൃത്വത്തിൻ്റെ പദവി വന്നപ്പോഴേ അവിടെയും ഓടി നടന്ന് ഓരോ ഗ്രൂപ്പിനെയും ഒരുക്കാനായിട്ട് കാണിച്ച തീക്ഷ്ണത ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു കൃപയായിട്ട് ഞാൻ കാണുന്നു. ദൈവകൃപ ലഭിച്ച ദമ്പതികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളിങ്ങനെ സഹകരിച്ചതിന് വളരെ നന്ദി. ഈശോ മിശിഹായ്ക്ക്. അടുത്ത ആഴ്ചയിൽ നമുക്ക് മറ്റൊരു വ്യക്തിയുമായി മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കാണുന്നത് വരെ എല്ലാവർക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.